കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും ധ്യാനിപ്പാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Appreciate you coming here and especially praise God for all of you who are taking advantage of the systematic exposition of the Word of God. ദൈവവചനം തുടർച്ചയായിട്ട് പഠിക്കുന്നതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ഒരുപക്ഷെ വിവിധ സാഹചര്യങ്ങളാൽ കടന്നു വരാത്തവരുണ്ടാകാം. കൂട്ടായ്മകളെ മനഃപൂർവ്വമായി ഉപേക്ഷയായി കരുതുന്ന ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം, ജെയിംസ് ചാപ്റ്റർ 1 verses 26 and 27 ദയവായിട്ട് വായിക്കാം. നമുക്ക് തുടർന്ന് ആ ഭാഗം ശ്രദ്ധിക്കാം. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവന്മാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദ ടെസ്റ്റ് ഓഫ് ട്രൂ ഫെയ്ത്ത് എന്നുള്ള വിഷയമാണ്. യഥാർത്ഥത്തിലുള്ളതാകുന്ന സേവിങ് ഫെയ്ത്ത് നമ്മിലുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ ഒരു ഡിറക്ഷനിലാണോ നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിക്കുവാനുള്ളതാകുന്ന ഒരു ടെസ്റ്റാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. സാധാരണയായിട്ട് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ലൈക്ക് ഫാദർ ലൈക്ക് സൺ, അല്ലെങ്കിൽ ലൈക്ക് മദർ ലൈക്ക് ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ സൺസ് ഓർ എ ഡോട്ടേഴ്സ് ക്യാരക്ടർ ഓർ ബിഹേവിയർ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു റിസംബിൾ ദാറ്റ് ഓഫ് ഹിസ് ഓർ ഹെർ ഫാദർ ഓർ മദർ. ഒരു മകൻ്റെയോ മകളുടെയോ സ്വഭാവം അമ്മയുടെയോ അപ്പൻ്റെയോ സ്വഭാവത്തെ റിസംബിൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലരെ കാണുമ്പോൾ, അല്ലെ ചിലരുടെ പ്രവൃത്തി കാണുമ്പം രണ്ട് രീതി പറയും. ഇവൻ അപ്പൻ്റെ മോൻ തന്നെയാ എന്ന് നെഗറ്റീവായിട്ടും പറയും. അല്ല, നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മൾ പറയും, അവൻ്റെ അപ്പൻ്റെ ഗുണം തന്നെ അവന് ഉണ്ട്. എന്നാൽ ചിലരെ കുറിച്ച് പറയും, ആ അപ്പന് ജനിച്ച മോനാണോ ഇതെന്ന് സംശയമുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലും അത് പറയാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ 1:27 നമ്മളിങ്ങനെ വായിക്കുന്നത്, യാക്കോബ് പർപ്പസ്ലി ആ ഒരു പദം ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ യാക്കോബ് ഉപയോഗിക്കുന്ന പദം പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ, വിച്ച് മീൻസ്, അതിൻ്റെ അർത്ഥം നമ്മൾ പിതാവിൻ്റെ മക്കളാണെങ്കിൽ പിതാവിൻ്റെ സ്വഭാവം നമ്മിൽ റിസംബിൾ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് ബട്ട് നാച്ചുറൽ. ടു റിസംബിൾ the qualities
the virtues of the Father, to resemble that in our life, if we call God the Father, God our Father, we call him Father. If we call him Father, if we truly are born of the Father, it is but natural, slowly but steadily. It may not happen overnight, everything, all of a sudden. No, slowly but steadily. At least when the Word of God clearly tells us this is what a father's child look like, then we realize, oh Lord. അന്നേരമാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നേ, നാം അത് റിസംബിൾ ചെയ്യുന്നില്ലല്ലോ പലതിലും. We will feel our inadequacy. And we are truly born of the Father. We will begin to ask Father, Father, may your nature resemble in my life too. Please give me your grace. And not only we pray, നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മൾ പറയും, കർത്താവേ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പക്ഷേ ബൈബിൾ ക്ലാസ് വെച്ചാൽ വരികയില്ല, ഒരു ഫലവും ഇല്ല. വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വി പ്രേ. പക്ഷെങ്കിൽ പ്രാർത്ഥനയുടെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നുള്ള മറുപടിയാണ് അതാത് സമയങ്ങളിൽ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണമെന്ന് 100% അവകാശപ്പെടുന്നില്ലെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ദൈവഭൃത്യന്മാരെ ദൈവസഭയിലേക്ക് അയക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? We don't claim that we perfectly proclaim. No, we don't. At least it is our desire. That is a great thing. In this generation of wholesale apostasy, I call it apostasy from the word of God. ദൈവവചനത്തിൽ നിന്നും വിശ്വാസത്യാഗികളായിട്ട് people love to listen to that. എനിക്കറിയില്ല, I don't get. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ആൾക്കാരിരുന്ന് കൈയടിക്കുന്നത് കാണാം. എന്തോ കേട്ടിട്ടാണ് ഇവർ കൈയടിക്കുന്നത്. ഞാൻ പിന്നെ എന്നെ തന്നെ പോയി ശോധന ചെയ്യാറുണ്ട്. ചിലപ്പോൾ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും. ഐ ഷുഡ് ബി ഹംബിൾ ഇനഫ് ടു ലിസൺ ടു വാട്ട്. പക്ഷേ ഞാൻ തലകുത്തി നിന്ന് നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ സംതിങ് ഈസ് റിയലി റോങ് വിത്ത് മീ, or something is wrong with somebody who preaches this. I don't know. Anyway, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? See, if നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ we will slowly but steadily, steady ആയിരിക്കും. The direction will be the, small baby steps, but same direction. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ബേബി സ്റ്റെപ്സ് ആയിരിക്കും, പക്ഷേ ഡിറക്ഷൻ സെയിം ആയിരിക്കും. സ്റ്റഡി ആയിട്ട് ബേബി സ്റ്റെപ്സ് ആണെങ്കിലും സാരമില്ല, പക്ഷെങ്കിൽ ഗതി ഒന്നിലേക്കാണെങ്കിൽ he is born of the Father. Otherwise he is not. She is not. ഇത് ഞാൻ പറയുന്നതെന്നറിയാമോ? അനേവർക്കും ഇത് ലാസ്റ്റ് ഡേയിൽ സർപ്രൈസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അന്ന് ഓർക്കാം, ഇങ്ങനെ കേട്ടായിരുന്നല്ലോ എന്ന്. ഡോണ്ട് ബി സർപ്രൈസ്ഡ്. ബട്ട് ഇഫ് യു ടേക്ക് ഇറ്റ് സീരിയസ്ലി, ഇറ്റ് വോണ്ട് ബി, നമുക്ക് ആ സർപ്രൈസിൻ്റെ ഒരു വിഷയം വരുന്നില്ല. ബിക്കോസ് വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, യാക്കോബ്, വൈകി വന്നവർക്ക് വേണ്ടി ഞാൻ റെഫറൻസ് ഒന്നുകൂടെ പറയാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങളാണ്
നമ്മൾ ധ്യാനിച്ചു ഇരിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം, എന്തുകൊണ്ടാണ് പിതാവായ ദൈവം എന്ന് യാക്കോബ് അവിടെ പറയുന്നതിൻ്റെ കാരണം 18-ാമത്തെ വാക്യം അതിൻ്റെ ആൻസർ തരുന്നു. ഓഫ് ഹിസ് ഓൺ വിൽ ഹി ബ്രോട്ട് us forth by the word of truth. നോക്കിയേ, 18-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ആ ആ ആ ആ ആ മൈക്ക് ഒന്ന് കൊടുത്താൽ നന്നായിരിക്കും, കാരണം റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ വേണ്ടി. ഒന്ന് വായിച്ചോളൂ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു, കുഴപ്പമില്ല. ഓക്കെ. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നോക്കണം, സത്യത്തിന്റെ വചനത്താൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിപ്പിച്ച്. ആ ഒരു പദം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് യാക്കോബ് ഇവിടെ 27-ാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരാണ്? ആ പിതാവിൻ്റെ മക്കളാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ സത്യത്തിൻ്റെ വചനത്താൽ പിതാവിൻ്റെ ഇഷ്ടം ഹേതുവായിട്ട് നമ്മളെ ജനിപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ജനിപ്പിച്ചതുകൊണ്ട് ആ പിതാവിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ ഒത്തിരിയുണ്ട്. സകല ശ്രേഷ്ഠ ഗുണങ്ങളുടെയും ഉറവിടം പിതാവിലാണ്. എന്നാൽ ആ പിതാവിൻ്റെ 3 സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് യാക്കോബ് പറയുക. ഈ 3 ഗുണങ്ങളാണ്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് യാക്കോബ് ഫർദർ തൻ്റെ ആ ലേഖനത്തിൽ തുടർന്ന് എല്ലാ അധ്യായങ്ങളിലും ഈ 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പിതാവിനെക്കുറിച്ചുള്ളതാകുന്ന പ്രധാനപ്പെട്ട 3 സത്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ഹിസ് സ്പോണ്ടേനിയസ് കെയർ ഫോർ ദ ഹെൽപ്ലെസ്. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ വാക്യം അതിൻ്റെ 2-ാം അധ്യായം 5 കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ, പെട്ടെന്ന് ക്യുക്ക്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലം. അല്ലല്ല, 2:5 വായിച്ചു. 2:5. ആ ആ ആ നോക്കാം, ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ, ഹെൽപ്ലെസ് ആയിട്ടുള്ളവരെ, ദരിദ്രർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യൽ ദാരിദ്ര്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞ ആ കാര്യം കൂടെ അതിനോട് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ those who knew their unworthiness, അവരുടെ അയോഗ്യതകളെ, അവർക്ക് ദൈവസന്നിധാനത്തിൽ ഒരു ക്ലെയിമും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ സാധുക്കളെ പിതാവ് എന്ത് ചെയ്യുക? He comes after them to help them. This is a beautiful nature of the Father. പിതാവിൻ്റെ സ്വഭാവങ്ങളിൽ സവിശേഷമാകുന്ന ഒരു കാര്യമാണ് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ചെറ്റക്കുടിൽ ഉണ്ടായിരുന്നിടത്ത് വലിയൊരു 2 നില പണിതല്ല. അതിനേക്കാൾ ഉപരി ദരിദ്രനെ, ദോസു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. I know I have no claim upon him. എനിക്കൊരു ക്ലെയിമുമില്ല. എനിക്ക് ദൈവപൈതലെന്ന് വിളിക്കപ്പെടാൻ ഒരു യോഗ്യതയുമില്ല. I know my inadequacies. എനിക്കറിയാം. But God, He is so merciful. അവിടുന്ന് കരുണയുള്ളവനാണ്. അവിടുത്തെ നേച്ചറിൻ്റെ ഒരു ഭാഗമാണ് കരുണയുള്ള ദൈവം ദരിദ്രനെ
ദരിദ്രനെ സന്ദർശിക്കുന്നു, അവനെ ഹെൽപ്പ് ചെയ്യുന്നു. 2, ആ 18-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഹിസ് വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനം. 18-ാമത്തെ വാക്യത്തിൽ തന്നെ തുടർന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹിസ് പർപ്പസ് ഈസ് ഹോളിനെസ്. 1, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഫലം ആരുടേതാ? യഹോവയുടെ. സോ വി ബിലോങ് ടു ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് ഹോളി. മനസ്സിലാകുന്നുണ്ടോ? നാം ദൈവത്തിൻ്റേതാണ്, അത് വിശുദ്ധമാണ്. ഈ 2 ആശയത്തെയാണ് ആദ്യഫലം എന്ന വാക്കിനാൽ യാക്കോബ് അർത്ഥമാക്കുന്നത്. ആ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അത് മനസ്സിലാക്കണം. യഹൂദൻ്റെ ചിന്തയിൽ, യഹൂദൻ്റെ പ്രമാണമനുസരിച്ച് ആദ്യഫലം യഹോവയുടെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെന്താ പറയുന്നത്? ലോർഡ്, എവ്രിതിങ് ബിലോങ്സ് ടു യു, ബട്ട് ദിസ് ഈസ് സ്പെഷ്യലി ഹോളി അൺടു യു. എല്ലാ സൃഷ്ടികളും അവിടുത്തേതാണ്, പക്ഷെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ഗ്രൂപ്പിനെ അങ്ങയ്ക്ക് വേണ്ടി വേർതിരിച്ചില്ലേ, അതാ ആദ്യഫലം. അതാണ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായിട്ട് വേർതിരിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആദ്യഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 കാര്യങ്ങളാണ്. 1, ഇത് ദൈവത്തിൻ്റേതാണ്. 2, ഇറ്റ് ഈസ് ഹോളി, സെപ്പറേറ്റ്, ദൈവത്തിൻ്റേതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ആ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ 26, 27 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 3 മാർക്സ് ഓഫ് the child of the father. 3 marks, 3 ഘടകങ്ങൾ ദൈവപൈതലിനെ തിരിച്ചറിയുന്ന 3 ഘടകങ്ങൾ. 1, the father's word of truth should resemble as a controlled tongue. മനസ്സിലാകുന്നുണ്ടോ? ലൈക്ക് ഫാദർ, ബാക്കി പറ, ലൈക്ക് ദ സൺ. ലൈക്ക് ഫാദർ, ലൈക്ക് ദ സൺ. അപ്പോൾ the father's word of truth, that word is so wonderful, so sweet, so powerful, so encouraging, so kind, so still and small voice. അല്ലേ? പിതാവിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ശ്രദ്ധിച്ചാൽ, ചിന്തിച്ചാൽ എന്തെല്ലാം കാര്യം പറയാൻ കഴിയും. സോ ദാറ്റ് ഷുഡ് റിസംബിൾ ഇൻ ദ ചൈൽഡ് ഓഫ് ദ ഫാദർ ആസ് എ കൺട്രോൾഡ് ടങ്. 2, നമ്മളത് ആദ്യം പറഞ്ഞു പോയിട്ട് ഞാൻ വിശദീകരിക്കാം പെട്ടെന്ന്. The father's mercy in helping the helpless, in saving them. നമ്മളിപ്പോൾ അത് വായിച്ചു. ഏതാ? 2:5. ലോകത്തിൽ എന്താ? ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും. അതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ, പോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ, സഹോദരന്മാരെ, ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്ത് ചെയ്തു? ബലഹീനമായത് തിരഞ്ഞെടുത്തു. ജ്ഞാനമുള്ള, യു ക്ലെയിം അബൌട്ട്, അതാ കൊരിന്ത്യയിലെ പ്രശ്നം, അതായിരുന്നു ജ്ഞാനം. അവരെല്ലാം ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് എല്ലാവരെയും അളന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പോൾ പറയുക, ഡോണ്ട് യു നോ, നിങ്ങൾക്കറിയത്തില്ലേ, ദൈവം എന്താ പറയുന്നത്, ഭോഷത്വമായത് എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. കഫർന്നഹൂമിൽ അടയാളങ്ങൾ നടന്നു, അത്ഭുതങ്ങൾ നടന്നു. എന്നോ അടയാളം നടന്നാലും വീണ്ടും ജനിച്ചില്ലേ, ഒരു പ്രയോജനമില്ലെന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാ, സോതോമിനും സോറിനും ഒക്കെ ആ ന്യായവിധി ദിവസത്തിൽ
സഹിക്കാവതാ എന്ന് പറഞ്ഞേച്ചാണ് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കർത്താവ് പറയുന്നത്, എന്നാൽ പിതാവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്കിത് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നോക്കിയേ, ഫാദേഴ്സ് ഹാർട്ട് ഓഫ് കമ്പാഷൻ ഇൻ സേവിങ് us, that should resemble in the child of God as a caring ministry. അപ്പോൾ like father, like the son. Okay, then the father's purpose should reflect in a holy life. Father's purpose എന്താ? നാം ആദ്യ ഫലമായിട്ട് പറഞ്ഞേ, കമോൺ, ആദ്യ ഫലമായിട്ട് 1:18 നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് തൻ്റെ ഇഷ്ടം ഹേതുവായിട്ട്. അപ്പോൾ പിതാവിൻ്റെ ആ പർപ്പസ് അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യാക്കോബ് പറയുക, ദാറ്റ് ഷുഡ് റിഫ്ലക്റ്റ് ദാറ്റ് സിൻസ് ഗോഡ് ചോസ് യു to belong to himself, wholly unto himself, that should reflect in a practical holiness of your life. നമ്മുടെ പ്രായോഗികമാകുന്ന വിശുദ്ധ ജീവിതത്തിൽ പിതാവിൻ്റെ പർപ്പസ് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന്. നോക്കിയേ, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് യാക്കോബ് തുടർന്ന് പറയുന്നത്. യാക്കോബ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 18-ാമത്തെ വാക്യം മുതൽ വളരെ പ്രോഗ്രസീവ്ലി അങ്ങനെ അത് പുരോഗമിച്ചു കൊണ്ടുവരികയാണ്. 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് റിസീവ് വിത്ത് മീക്ക്നെസ്. വചനത്തെക്കുറിച്ച് പറയുമ്പം ആ വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? സൗമ്യതയോടെ കൈക്കൊള്ളുക. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുക, വചനം കേൾക്ക് മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. ആദ്യം പറയുക റിസീവ് ദ വേർഡ്, ദെൻ ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. അത് കഴിഞ്ഞ ഉടനെ പറയുക ബി ഡൂവേഴ്സ് ഓഫ് ദ ലോ. അല്ലെങ്കിൽ അതിനെ ആ തികഞ്ഞ ന്യായപ്രമാണത്തിൽ നിലനിൽക്കാനായിട്ട് പറയുകയാണ്. ഈ 3 കാര്യങ്ങളാണ് യാക്കോബ് തുടർന്ന് ഈ ലേഖനത്തിൽ ഉടനീളം പ്രതിപാദിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ്. അതായത് 1, കൺട്രോളിങ് ദ ടങ്, നാവിനെ നിയന്ത്രിക്കുക, കടിഞ്ഞാണിടുക എന്നുള്ള മനോഹരമാകുന്ന ഒരു പദപ്രയോഗം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഓക്കെ. 2, കൺട്രോളിങ് ദ ടങ് എന്നുള്ള ആ വിഷയം നമ്മൾ ശ്രദ്ധിച്ചാൽ യാക്കോബിൻ്റെ ലേഖനം, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദോസ് ഹു ടേക്ക് ഡൗൺ നോട്ട്സ്, ലെറ്റ് മീ സേ ദിസ്. നമ്പർ 1, കൺട്രോളിങ് ദ ടങ്. വി സീ ദാറ്റ് നമ്മൾ കാണുന്നത് 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ കാണുന്നു. അതിൻ്റെ ശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇൻ ദ എപ്പിസിൽ ഓഫ് ജെയിംസ്, കൺട്രോളിങ് ദ ടങ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഫസ്റ്റ് ചാപ്റ്റർ 19 and 20, verses 19 and 20, and third chapter verses 1 to 12, fourth chapter verses 11 to 12. ഓക്കെ, ഈ 3 സ്ഥലങ്ങളിൽ യാക്കോബ് ഈ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ the dominant recurring theme of one of the dominant recurring theme of the epistle of James is controlling the tongue. One of the 3. There are 3 themes. James will come again and again. He will explain it. He will exposit it. Okay, now, രണ്ടാമത്തെ വിഷയം, concern for the helpless. ആ ഹെൽപ്ലെസ് ആയിട്ടുള്ളവരോടുള്ള ആ ഒരു
ആ നല്ല മനോഭാവം, അവരെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ശ്രദ്ധിച്ചാൽ അത് 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം തന്നെ 15-16 വാക്യങ്ങൾ, 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 2nd chapter 1 to 13 and verses 15 to 16, the same chapter, 2nd chapter, and 5th chapter 1 to 6. In all these places, James comes back again to exposit the concern for the helpless. And thirdly, avoidance of worldliness. ലോകമയത്വത്തെ ഒഴിവാക്കുക, അതാണ് ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നത്. ബിക്കോസ് യു ആർ ഹോളി, യു ബിലോങ് ടു ഗോഡ്, യു ആർ വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്, part of the, in other words, part of the church. If you are truly born again, you are part of the church. So you belong to God. You are not your own. You have been bought with a price. Paul says elsewhere in 1 Corinthians, you are bought with a price. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയവരാകയാൽ താങ്കൾക്ക് ഉള്ളവരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. You belong to God. Therefore, we need to avoid everything that contaminates us. Avoidance of worldliness, purposely avoiding certain things. We need to do that. അതാണ് യാക്കോബ് അവിടെ പറയുന്ന വിഷയം. അത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 4th chapter verses 4 to 10. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി, the true godliness, but the word James uses here is religion, which is a very rare word in the New Testament. We don't see at least 1 or 2, except for 1 or 2 references, we don't see that word at all in the New Testament. But James uses with a particular motive. I can tell you later on why he uses that word, the religion. That the true religion is manifested in a lifestyle of obedience to God. അതായത് യഥാർത്ഥത്തിലുള്ള ഭക്തി. യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മതം എന്ന വാക്ക് എന്തുകൊണ്ടാണ് യാക്കോബ് ഉപയോഗിക്കുന്നത് ഞാൻ പറയാം. അതിൻ്റെ കാരണം ആ പുറമേ ഉള്ളതാകുന്ന എക്സ്റ്റേണലായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാളെ കാണുമ്പം തോന്നും ഭയങ്കര ഭക്തിയുള്ള ആളാണെന്ന് തോന്നും. യാക്കോബ് പറയുക ആ വാക്ക് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് യാക്കോബ് പറയുക, അതെടുത്തുകൊണ്ട് പറയുക, അങ്ങനെ നീ വലിയ മതഭക്തി ഉള്ളവനാണെങ്കിൽ അത് നിൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നീ ട്രൂലി റിലീജിയസ് ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അവരുടെ വാക്കെടുത്ത് ഉപയോഗിക്കുക. ഓക്കെ, എനിവേ, ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 26:5 പൗലോസ് അവിടെ പറയുന്ന, പൗലോസിൻ്റെ ട്രയലിൽ പൗലോസ് അവിടെ പറയുന്നൊരു കാര്യം, അവരുടെ മതഭേദപ്രകാരം അക്കോർഡിംഗ് ടു ദ റിലീജിയൻ ഓഫ് the most straightest sect of our religion, I lived a Pharisee. നോക്കിയേ, അവിടെയാണ് ആ പദം പറയുന്നത്. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം എന്ന് പറഞ്ഞാൽ കണ്ടോ, പരീശന്മാർ ചെയ്യുന്ന എന്തായിരുന്നു? പരീശന്മാരെന്തായാലും ചെയ്തേ, എല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ അവരുടെ പ്രശ്നം എന്നാണെന്നറിയോ? അവർ എല്ലാത്തിനും ഒരിക്കൽ അവർ കർത്താവിനങ്ങ് അവരോടങ്ങ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ആ റൈച്ചസ് ആങ്കർ വന്നിട്ട് പറയുക, നിങ്ങളെല്ലാം ചെയ്യും. എന്തുവരെ ചെയ്യുമെന്നറിയോ? നിങ്ങൾ മിൻറ്റിന് വരെ എന്തോ ചെയ്യും,
പതാരം കൊടുക്കും. പക്ഷേ അപ്പനും അമ്മയ്ക്കും വേണ്ട എന്ത് ചെയ്യില്ല. നോക്കിയേ, സോ ഹി ഈസ് സോ റിലീജിയസ്. എന്നിട്ട് പറയും, അപ്പനും അമ്മയോടും വേണേൽ പറയും, അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടതായിരുന്നു, അത് ഞങ്ങളെടുത്ത് നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? അതൊന്നും സ്വർഗത്തിൽ കാണുകയില്ല. മനുഷ്യൻ നോക്കുമ്പോൾ ഒക്കെ ഭയങ്കരമാണ്. ഇങ്ങനെയൊക്കെ ഞാനങ്ങ് പച്ചയ്ക്ക് പറയുന്ന വിഷമമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഉണ്ടേലും എന്നോ ചെയ്യാനല്ലേ, 2 വർഷം സഹിച്ചല്ല പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. See, they were so religious. So religious, they were giving at 1/10 of their cumin and mint. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ജീരകത്തിനും മിൻറ്റിനും വരെ ദശാംശം കൊടുക്കുന്ന ആരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ദശാംശം എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശതാംശമോ അല്ലെ സഹസ്രാംശമോ ഒക്കെ ആയിരിക്കും. അത് ദാറ്റ്സ് അനദർ സ്റ്റോറി, അതവിടെ നിൽക്കട്ടെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ആ റിലീജിയോസിറ്റി ഉള്ളവരോട് പറയുക, ലുക്കിംഗ്, അവരെ കണ്ടു കഴിഞ്ഞാൽ സോ റിലീജിയസ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ ട്രൂ റിലീജിയൻ. ട്രൂ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് പ്രാക്ടീസ് ഓഫ് സെറിമണീസ്, അതല്ല ട്രൂ റിലീജിയൻ. റാദർ ഇറ്റ് ഈസ് ഇൻവേർഡ്, റാദർ ഇറ്റ് ഈസ് എവിഡൻസ്ഡ് by our consistent lifestyle. It may not be everything all at once, but the direction will be same. As I said at the outset, it may be baby steps, but the direction is in the same direction. The progress will be in the same direction. That's what it is. അത് വല്ലപ്പോഴും ഒക്കെ ഉള്ള കാര്യങ്ങളല്ല. ബട്ട് ഇറ്റ് മേ ബി വീക്ക്, അത് വളരെ വളരെ വീക്കാകാം. അത് ചിലപ്പോൾ 100 മേനിയില്ലായിരിക്കും, പക്ഷേ 30 മേനി ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞ കണക്ക് ഏതാ കർത്താവ് പറഞ്ഞേ? 30 ഉണ്ടാകും. ഇറ്റ് വിൽ ബി ഇൻ ദ സെയിം ഡിറക്ഷൻ. ആ സെയിം ഡിറക്ഷനിൽ അത് പോകും. ഇഫ് ദിസ് ഈസ് അബ്സെൻറ്റ്, യു ആർ നോട്ട് എ ചൈൽഡ് ഓഫ് ദ ഫാദർ. ഇറ്റ് ഈസ് ആസ് പ്ലെയിൻ ആസ് ദാറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നോ ഗ്രേ ഏരിയ ദർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. ഇത് ട്രൂ റിലീജിയൻ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവഭക്തിയുടെ മാർക്കായിട്ട് യാക്കോബ് പറയുമ്പോൾ നമ്മളാരും ചിന്തിക്കരുത് ദിസ് ഈസ് ദ ഓൺലി തിങ്സ് ദാറ്റ് മാർക്സ് എ ക്രിസ്ത്യൻ. ഒരു ദൈവപൈതലിനെ മാർക്ക് ചെയ്യുന്ന ആകപ്പാടെയുള്ള 3 കാര്യങ്ങൾ ഇതാണ് എന്ന് ചിന്തിക്കരുത്. ദർ ആർ മെനി അതർ തിങ്സ്, ബട്ട് ദിസ് ഈസ്, ഈ കാര്യങ്ങളാണ് യാക്കോബ് അവിടെ എഴുതുന്നത്. ദിസ് ഷുഡ് ഇൻവോൾവ് the true devotion to the Father. These things should involve. There are many other things that should involve, but these are the 3 things James talks about here. On the other hand, it does not mean if one is controlling the tongue, compassionate and caring, and he is so particular about certain things, he or she is so religious. Outwardly ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ I can make many things. മനുഷ്യന് ഒത്തിരി എന്ന് പറഞ്ഞാൽ അവന് ഒത്തിരി ദൈവദത്തമായിട്ട് മനുഷ്യനിലുള്ള മോറൽ കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവമക്കളല്ലാത്തവരും നല്ലതായിട്ട് ജീവിക്കുന്നവരുണ്ട്, നന്നായി സംസാരിക്കുന്നവരുണ്ട്. ഒരു ബാഡ് വേർഡ് പറയാത്ത വിഗ്രഹങ്ങളെ സേവിക്കുന്ന എത്ര പേരുണ്ടെന്ന് നമുക്കറിയാമല്ലോ, ഇല്ലേ? സാധുക്കളെ ഹെൽപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ട്. എന്തിനേറെ അവരുടെ സ്റ്റാൻഡേർഡ് വെച്ച്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമ എന്നൊക്കെ ഒരു വാക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു ടാബു ആയിരുന്നു. എന്നാൽ ചില പ്രിയപ്പെട്ടവർ, ചില
പെന്തക്കോസ്തുകാരല്ലാത്തവർ പോലും ചിലപ്പോൾ they don't go for that. നോക്കിക്കേ, അങ്ങനെ. സോ ഇൻ ഹ്യൂമൻ പവർ, മനുഷ്യൻ്റെ ശക്തിയിൽ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് പറ്റും. അങ്ങനെ ജീവിക്കുന്നവരെല്ലാവരും ദൈവഭക്തരാണെന്നല്ല യാക്കോബ് പറയുന്നത്. അതതിൻ്റെ ഒരു മറുവശം. ദിസ് ഈസ് ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ. ബട്ട് ഇഫ് യു ആർ ബോൺ ഓഫ് ദ ഫാദർ, പിതാവിൻ്റെ മക്കളാണെങ്കിൽ ദീസ് തിങ്സ് ഷുഡ് ബി ദർ, ഇതുണ്ടായിരിക്കും. അതാ യാക്കോബ് പറയുന്നത്. ഓക്കെ, ആ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഇത് യാക്കോബ് ഇത് എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇന്നത്തെ മാത്രം പ്രശ്നമല്ല, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉള്ളൊരു പ്രശ്നം. അതുകൊണ്ടാണ് യാക്കോബ് ഇത് എഴുതുന്നത്. ആദ്യം ആ 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെയുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് യാക്കോബ് ഇതെഴുതുന്നത്. മാത്രമല്ല, ദൈവവചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഴയ നിയമമെന്നോ പുതിയ നിയമമെന്നോ വ്യത്യാസമില്ലാതെ ഈ ഗുണഗണങ്ങൾ ദൈവമക്കൾക്കുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നു. ഒന്നാമത്തേത്, ദ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ കൺട്രോൾഡ് ടങ്ങ. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ഒന്നാമത്, ഇഫ് സംബഡി ഡസൻറ്റ് ഹാവ് കൺട്രോൾ ഓവർ ഹിസ് ടങ്, ജെയിംസ് സേസ് ഹി ഡിസീവ്സ് ഹിസ് ഓൺ ഹാർട്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സെൽഫ് ഡിസപ്ഷൻ. കൺട്രോൾ ഓഫ് ദ ടങ് എന്താണെന്നുള്ളത് ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ യാക്കോബ് ഉപയോഗിക്കുന്ന ഒരു പദം ബ്രൈഡിൽ, അല്ലേ? എന്താ അങ്ങനെ അത് പറയുന്നത്? ബ്രൈഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിഞ്ഞാൺ. ആ കടിഞ്ഞാണിൻ്റെ ഒരു സവിശേഷത, പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് പല വാക്യങ്ങളുണ്ട്. അതിൻ്റെ സവിശേഷത, ഇറ്റ് ഈസ് എ very beautiful and natural image of both control and direction. When the Bible mentions about bridle, it is a natural and beautiful, easily understood image of both control and direction. പ്രത്യേകിച്ച് ഇന്നും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കുതിരകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതും അതിനെ ഒരു ഗതിയിൽ തന്നെ മുൻപോട്ട് നയിക്കാനും ഉപയോഗിക്കുന്ന ആ ഡിവൈസ്, അതെല്ലാവർക്കും മനസ്സിലാകും. പഴയ നിയമത്തിലും ഉണ്ട്. അതിൻ്റെ പേരെന്താ? കടിഞ്ഞാൺ. പഴയ നിയമത്തിൽ ഉള്ള വേദഭാഗങ്ങളിലോട്ടൊന്നും ഞാൻ എടുത്തു വായിക്കാനായിട്ട് പോകുന്നില്ല. മറ്റു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, എ പേഴ്സൺ ഹാവിങ് ട്രൂ റിലീജിയൻ നോസ്, number 1, listen to me very carefully. Number 1, when not to speak and when to speak. അതാണ് ഇവിടുത്തെ വിഷയം. യാക്കോബ് കടിഞ്ഞാൺ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അവിടെ തനർത്ഥമാക്കുന്നത് 1:27 ഡിസ്പ്ലേ ചെയ്യാമെങ്കിൽ, 1:26 ഡിസ്പ്ലേ ചെയ്യാമെങ്കിൽ അത് എല്ലാവർക്കും കാണാമല്ലോ. ജെയിംസ് 1:26. ഓക്കെ, അപ്പോൾ കടിഞ്ഞാൺ എന്ന പദം യാക്കോബ് ഉപയോഗിക്കുമ്പോൾ തനർത്ഥമാക്കുന്നത് പഴയ നിയമ തിരുവഴുത്തിലും എല്ലാം കാണുന്ന വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ it is both control and direction. In other words, a man
who is truly born of the Father, or a woman who is truly born of the Father, knows when not to speak, and when to speak. ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റാണ്. കടിഞ്ഞാണുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സംസാരിക്കേണ്ടത് സംസാരിക്കും. അത് വേണ്ടാത്തത് എന്ത് ചെയ്യില്ല, വരികയില്ല. കടിഞ്ഞാണിൻ്റെ ഉപയോഗം മനസ്സിലായോ? ഇറ്റ് കൺട്രോൾസ് ആൻഡ് ഡിറക്റ്റ്. അതുകൊണ്ടാണ് യാക്കോബ് ആ കാര്യം ഉപയോഗിക്കുന്നത്. അതായത് just think about that. Here is a very, in today's terms, he's very religious, or he is so godly. He considers himself very godly, and because of that he attends every meeting, sings, and he prays, and everything is there. But the call is there, not for a silent tongue. The call is for a bridled tongue. The call is not for a silent tongue. The call is for a bridled tongue. ഒന്നും പറയാത്ത നാവല്ല, പിന്നെന്താ? നിയന്ത്രിക്കപ്പെടുന്ന നാവ്. For example, I love to sing, but I also love gossiping. I love to read Bible carefully, but I have a problem of slandering tongue. And here am I to preach and teach the Bible, to build others up. But my problem is I find myself able to use the same tongue to put people down and to despise. Okay? അതേ നാവുകൊണ്ട് ഡിസ്പൈസ് ചെയ്യുവാൻ, പുട്ട് ഡൗൺ ചെയ്യുവാൻ. യാക്കോബ് പറയുക, ബ്രദേഴ്സ്, നോ, അങ്ങനെയല്ല. ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു കൊട്ടേഷൻ അതിങ്ങനെയാണ്: ബിക്കോസ് സംതിങ് ഈസ് ട്രൂ, ഇറ്റ് ഡസ് നോട്ട് ഡിമാൻഡ് ടു ബി സ്റ്റേറ്റഡ്. Just because something is true, it does not demand to be stated. ഒരു കാര്യം സത്യമാണെന്ന് കണ്ട് ആ സത്യം അങ്ങ് വിളിച്ചു പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇൻഫാക്റ്റ് വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ വേറെ, ഞാനൊരിക്കൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഓൺലൈനിൽ കേട്ട ഒരു സിസ്റ്റർ എനിക്കൊരു മനോഹരമാകുന്ന പുസ്തകം ആമസോൺ കിൻഡിലിൽ മേടിച്ച് എനിക്ക് അയച്ചു തന്നു. എൻ്റെ കിൻഡിലിൽ കിടപ്പുണ്ടത്. ഞാൻ ഇന്ന് അതൊന്ന് എടുത്ത് നോക്കി. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് അതിലോട്ട് ഇന്ന് ഞാൻ പോകുന്നില്ല. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയും. ആ ബുക്ക് കിട്ടുകയാണെങ്കിൽ മേടിച്ച് വായിക്കുന്നത് നല്ലതാണ്. വാച്ച് യുവർ മൗത്ത് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ടോണി ഇവാൻസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ പ്രതി. ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പോയിട്ടുണ്ട്, ഡാളസിൽ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം എക്സ്പോസിറ്റ് ചെയ്യുന്ന, ഇന്ന് US ജീവിച്ചിരിക്കുന്ന ചിലരിൽ ഒരാളാണ് അദ്ദേഹം, ടോണി ഇവാൻസ്. വാച്ച് യുവർ മൗത്ത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പുസ്തകമാണ്. അത് കിട്ടുമെങ്കിൽ മേടിച്ച് വായിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, നൗ 18th century ജീവിച്ചിരുന്ന വില്യം ബ്ലേക്ക് പറയുന്നത്, എ ട്രൂത്ത് ഈസ് ടോൾഡ് with bad intent beats all the lies one can invent. A truth is told with bad intent beats all the lies one can invent. മോശമായ ഉദ്ദേശത്തോടെ പറയുന്ന ഒരു സത്യം, follow me,
മോശമായ ഉദ്ദേശത്തോടെ, ഞാൻ പറയും സത്യമാണോ? സത്യം. കള്ളം പറഞ്ഞോ? ഇല്ല. പക്ഷെങ്കിൽ മോശമായ ഉദ്ദേശത്തോടെ, മറ്റൊരു ലക്ഷ്യത്തോടെ ഞാൻ പറയുന്ന സത്യം എല്ലാ നുണകളെക്കാളും ഭയാനകമാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടല്ലോ? മൈ ഇൻറ്റൻഷൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അതിനുള്ള ആൻറ്റിഡോട്ട് എന്താ? അതിനുള്ള മറുമരുന്ന് എന്താ? മറുമരുന്ന് ഓൾവേസ് റിട്ടേൺ ടു ദ സ്ക്രിപ്ചർ. ഫിൽ യുവർ ഹാർട്ട് വിത്ത് സ്ക്രിപ്ചർ. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവവചനത്താൽ നിറയപ്പെടട്ടെ. കാരണം ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ സംസാരിക്കുന്നത്. ട്രൂലി കാണാതെ പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. അത് ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു. ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് അന്നൊക്കെ ഞാൻ അതിൻ്റെ പാർട്ടായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് അതിൻ്റെ അപകടം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേ. ടാലൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് ഒടുവിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായ സ്ഥലങ്ങൾ എനിക്കറിയാം. ലോ ആൻഡ് ഓർഡർ പ്രശ്നം എന്തുവാ നടത്തിയേ? ബൈബിൾ വാക്യങ്ങൾ കാണാൻ പഠിച്ചിട്ട് പറഞ്ഞു, ഇന്നാൾക്ക് അത് ശരിയായില്ല, ആ ജഡ്ജ്മെൻറ്റ് ശരിയല്ല. നോക്കിയേ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ കാണാൻ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇഫ് ഇറ്റ് ഡസൻറ്റ് റിയലി ഇൻ യുവർ ഹാർട്ട്, കർത്താവ് പറഞ്ഞ പോലെ റിയലി ആ ദൈവവചനം നമ്മുടെ ബ്ലഡിൽ കൂടെ ഒഴുകാൻ തുടങ്ങണം. ലിറ്ററലി ഞാൻ പറയുന്നത് ഫിഗറേറ്റീവ്ലിയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒഴുകും. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും എന്തായിരിക്കും? ദൈവവചനമായിരിക്കും. സോ ദ ആൻറ്റിഡോട്ട് ഈസ് ഓൾവേസ് ടു റിട്രീറ്റ് ടു ദ സ്ക്രിപ്ചർ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിലാണ് അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഫലമാണ് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് സൂചിപ്പിച്ചു. ഇറ്റ് ഈസ് നോട്ട് ഫ്രൂട്ട്സ് ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് സെൽഫ് കൺട്രോൾ. You are able to control yourself. സെൽഫ് കൺട്രോൾ ആകട്ടോ. കൺട്രോൾ പോയി മറിഞ്ഞു വീഴുന്നതല്ല പരിശുദ്ധാത്മാവ്. അങ്ങ് തുരുമ്പ് പിടിച്ച എല്ലാവരും ഉപേക്ഷിച്ചത് ഇപ്പം ചിലർ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിന് പോയി നിന്നു കൊടുക്കാൻ ആളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, സെൽഫ് കൺട്രോൾ. When the Spirit of God comes, I find myself that I have much control over my tongue than it used to be in the past. ഇല്ലേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങുമ്പോഴാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിരുന്ന ഒരു പഴയ നിയമ, ഇന്ന് ഈ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, അത് പറഞ്ഞ് അവസാനിപ്പിക്കും. ബാക്കിയൊക്കെ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാമല്ലോ. യെശയ്യാവിൻ്റെ ദൈവത്തിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിരുന്ന അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പം, യെശയ്യാവ് 6:5, ഐശയ്യ 6:5, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അത് കൺഫസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാമോ? വായിച്ചു യെശയ്യാ 6 അപ്പോൾ എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു.
അടുത്തത്. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ ആ. യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, ഇഫ് വി കൺഫസ്, നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ there is സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. നോ കൺട്രോൾ, ഡോണ്ട് വറി, അഡ്മിറ്റ് ഇറ്റ്. കൺട്രോൾ ഇല്ലേ, അഡ്മിറ്റ് ചെയ്യ്, സൊല്യൂഷനുണ്ട്. അതാ നമ്മൾ വായിക്കുന്നത്. ആ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ടുവന്നിട്ട്, ഫിഗറേറ്റീവ് ലാംഗ്വേജ് അതെല്ലാം, എങ്കിലും മനസ്സിലാക്കുക, അതിൻ്റെ ആശയം മനസ്സിലാകുന്നല്ലോ. അത് കൊണ്ടുവന്ന് എൻ്റെ അധരങ്ങളിന്മേൽ തൊടുവിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞു? നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ നീങ്ങി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവരെ, when the day of Pentecost came, Acts chapter 2 1-4 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന എഗെയിൻ വളരെ സാമ്യമുണ്ട്. അവിടെ 2:3 അഗ്നിജ്വാല പോലെ, അഗ്നിജ്വാലയല്ല കേട്ടോ, പണ്ട് ചിലർക്കൊക്കെ തീ പിടിക്കും, ചൂട് വരുമായിരുന്നു, അതല്ലത്. അഗ്നിജ്വാല പോലെ, ജ്വാല പോലെ പിളർന്നിരിക്കുന്ന ആൾക്ക് അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ അഗ്നിജ്വാല പോലെ ഇരിക്കും. ഇറ്റ് ഈസ് ലൈക്ക് ഫയർ, നോട്ട് ഫയർ. ഓക്കെ, അത് നമ്മൾ മനസ്സിലായി. എന്നിട്ട് 4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. Look at that. When the Spirit of God came upon those people, the very first thing is the Spirit took control of their tongue. അല്ലേ? ആദ്യം സംഭവിച്ചത് എന്താ? ഇത് വലിയ അപകടകാരിയാ. ആദ്യം സംഭവിച്ചത്, ആത്മാവ് എന്ത് ചെയ്തു? അതുകൊണ്ടാണ് കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങൾ അവിടെ വലിയ പ്രശ്നമായിരുന്നു. അവിടുത്തെ പ്രശ്നം എന്നായിരുന്നു അറിയാം? പ്രശ്നങ്ങളിൽ പലതുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പ്രശ്നം, അവർക്ക് അന്യഭാഷ പറയാൻ പലർക്കും അറിയായിരുന്നു, പക്ഷെ മാതൃഭാഷ ചൊവ്വേ പറയാൻ അറിയത്തില്ലായിരുന്നു. മനസ്സിലായോ? മറുഭാഷ പറയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കൊരിന്തിൽ, പക്ഷേ സ്വന്തം ഭാഷ മര്യാദയ്ക്ക് പറയത്തില്ലായിരുന്നു. ദാറ്റ് വാസ് വൺ ഓഫ് ദ പ്രോബ്ലംസ്. അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് എന്താ കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ദ ഫസ്റ്റ് തിങ് happened when the Spirit of the Lord came. He took control of the tongue. Okay, അപ്പോൾ അങ്ങനെ if somebody fails to control his or her tongue, James asserts, it means that one is deceiving oneself about having true religion. That's it. ഓക്കെ, അങ്ങനെയുള്ള റിലീജിയൻ എന്താണ്? അങ്ങനെയുള്ള ഭക്തി, നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. വ്യർത്ഥം എന്ന പദം അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് വീക്ക് ചിന്തിക്കാം. വ്യർത്ഥം എന്ന പദം സത്യത്തിൽ ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഓർ ഇൻ ദ സ്ക്രിപ്ചർ ആസ് എ ഹോൾ ടു ക്യാരക്ടറൈസ് ഐഡോലറ്ററി, വിഗ്രഹാരാധന ചെയ്യുന്നവർക്കു വേണ്ടി
ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് വ്യർത്ഥം, വെയിൻ ഓർ മീനിങ്ലെസ്. മീനിങ്ലെസ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ഈ വാക്യങ്ങളെല്ലാം വായിക്കണം. ഞാനിനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നില്ല, ഇവിടെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുക. അതുകൊണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു. ആക്ട്സ് 14:15. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്ത സ്വഭാവമുള്ള മനുഷ്യരത്രേ. ലുസ്ത്രയിലാണ്. ഓക്കെ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട്. ഏത് വ്യർത്ഥകാര്യം? വിഗ്രഹാരാധന, അല്ലേ? വിഗ്രഹാരാധന, വ്യർത്ഥകാര്യം. ഇനിയും റോമൻസ് 1:21, റോമാലേഖനം 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അഗൈൻ ആ പദം, വ്യർത്ഥരായി തീർന്നു. എഫേഷ്യൻസ് 4:17. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഇനി 1 Peter 1:18. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള. ഇത്രയും മതിയല്ലോ. വ്യർത്ഥം, മീനിങ്ലെസ്. In other words, if somebody claims to be religious and do not control or do not have control over his tongue or speech, he is no better, James suggests, than an idolater. That's what the meaning. അതായത് ഭക്തനെന്ന്, നാവിന് കടിഞ്ഞാണില്ലാതെ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ എന്തല്ല? അവൻ ഭക്തനല്ലെന്ന് മാത്രമല്ല, അവൻ വിഗ്രഹങ്ങളെ സേവിക്കുന്നവനെ പോലാണെന്ന്. മനസ്സിലായോ? വിഗ്രഹാരാധികളെ പോലാണെന്ന്. അതാ ദൈവവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, we all need to resemble our Father. If we are truly born of the Father, truly born of the Father, we need to resemble Him. And let us, നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് എന്നെ കേൾപ്പിച്ച വചനം എൻ്റെ ജീവിതത്തിൽ സത്യമായി വരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് സെൽഫ് കൺട്രോളിൻ്റെ ആത്മാവാണല്ലോ, ഇന്ദ്രിയ ജയത്തിൻ്റെ ആത്മാവാണല്ലോ. അങ്ങനെയെങ്കിൽ ലെറ്റ് ഹിം ഫിൽ മീ, ലെറ്റ് ഹിം ഫിൽ മീ, ലെറ്റ് ഹിം ടേക്ക് കൺട്രോൾ ഓവർ മീ, ലെറ്റ് ഹിം ഡിറക്റ്റ് മൈ പാത്ത്, ബിക്കോസ് ഐ വാണ്ട് ടു റിസംബിൾ മൈ ഫാദർ. എൻ്റെ പിതാവിനെ പോലെ കരുണയുള്ളവനായിട്ട്, എൻ്റെ പിതാവിനെ പോലെ, എൻ്റെ കർത്താവിനെ പോലെ ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് യഹോവയായ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു എന്ന് ആ സെർവൻ്റ് സോങ്ങിൽ യെശയ്യാ 50 നമ്മൾ വായിക്കുന്നത് പോലെ, ആ സെർവൻ്റ് സോങ്, ഇറ്റ് ഈസ് അബൌട്ട് മെസ്സയ, ഇറ്റ് ഈസ് അബൌട്ട് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവൻ വീഥികളിൽ ഒച്ച കേൾപ്പിക്കുകയില്ല, ശബ്ദം കേൾപ്പിക്കുകയില്ല. പിന്നെയോ പുകയുന്ന തിരി കെടുത്തു കളയാതെ, തകർന്ന ഓടയെ ഒടിച്ചു കളയാതെ, he will complete justice to the full, silently but doing the will of the Heavenly Father. Lord, please make me like your Son. Let me be conformed to my elder brother in everything, just as my father. നമുക്കതിനായി ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിക്കാം.